വരുന്ന വാർത്തകളിൽ പലതും അത്ര ശുഭകരമായ വാർത്തകളല്ല. മലപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ നടപടിയെടുക്കാത്തതിനെതിരെ പൊന്നാനി സ്വദേശി കോടതിയിലേക്ക് പോകുന്നു. പരാതി നൽകി 3 ദിവസമായിട്ടും FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നത്. ഇന്ന് തന്നെ കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്യും. ഇതിനിടെ അതിജീവിതയുടെ പരാതിയിൽ പോലീസ് പ്രാഥമിക അന്വേഷണം തുടങ്ങി. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഈ പൊന്നാനി സ്വദേശിനിയുടെ പരാതി പോലീസിന് ലഭിച്ചു, DGPക്ക് ലഭിച്ചു, മുഖ്യമന്ത്രിക്ക് ലഭിച്ചു. ഇതുവരെയും FIR ഇട്ടില്ല. പരാതി പുറത്തു വന്ന് 3 ദിവസമാവുന്നു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി 2 ദിവസമാവുന്നു. അപ്പോഴും ഗുരുതരമായ കോഗ്നിസിബിൾ ഒഫൻസ് എന്ന ജുഡീഷ്യൽ ഭാഷയിൽ പറയുന്ന ഒരു ഗുരുതര കുറ്റകൃത്യത്തിന്റെ പേരിൽ FIR ഇടാതെ പോലീസ് സുപ്രീം കോടതി വിധിക്കെതിരെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്യുമ്പോൾ തീർച്ചയായും FIR ഇടേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവില്ലേ? എപ്പോഴാണ് ഇവർ കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്യുക? ഇന്ന് തന്നെ കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അഭിഭാഷകർ മുഖേനയാണ് ഇന്നിപ്പോൾ കോടതിയെ സമീപിക്കുക. നിയമവിരുദ്ധമായ നീക്കമാണ് മലപ്പുറം പോലീസ് നടത്തുന്നത്. അരുൺ, നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ സംശയമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് FIR ഇടാത്തതെന്ന്. അതിൻ്റെ ഉത്തരം വ്യക്തമായി വരികയാണ്. വരുന്ന മണിക്കൂറുകളിൽ നമുക്കതൊന്നും കൂടി ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം പ്രേക്ഷകരെ അറിയിക്കാം എന്ന് തോന്നുന്നു. ഇതിൽപ്പെട്ട ഈ ആരോപണങ്ങളിൽപ്പെട്ട അവരോട് അടുത്ത് നിൽക്കുന്ന നിരവധി പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ത്രീയെ സമ്മർദ്ദത്തിന് വിധേയമാക്കാൻ ശ്രമിക്കുന്നു, പരാതി പിൻവലിപ്പിക്കാൻ നീക്കം നടത്തുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതിൻ്റെ വ്യക്തത അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും. അതായത് 376 കോഗ്നിസിബിൾ ഒഫൻസ് ആണ്. സ്വാഭാവികമായി പരാതി കിട്ടിയ ഉടനെ കേസെടുക്കേണ്ട നടപടിയാണ് ഉള്ളത്. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കാത്തതിൻ്റെ ഉദ്ദേശം ഈ കേസ് തന്നെ, ഈ പരാതി തന്നെ അട്ടിമറിക്കാനുള്ള നീക്കമാണോ എന്നുള്ളതാണ്. പലരും തന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ഈ സ്ത്രീയെ, അതിജീവിതയെ സമീപിക്കുന്നതായാണ് വിവരം. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് FIR എടുക്കണം എന്ന സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ പറയുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മലപ്പുറം SP തന്നെ ഈ അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ആരോപണം വന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കായതുകൊണ്ട് തന്നെ SP-ക്കെതിരെ അടക്കമുള്ള ആരോപണമടക്കം ഒരു അഡീഷണൽ SP-യെ കൊണ്ട് പ്രാഥമിക അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പരാതിയിൽ കഴമ്പുണ്ടോ എന്നറിഞ്ഞതിന് ശേഷം കേസെടുക്കാം എന്ന നിലപാടിലേക്ക് പോലീസ് പോവുകയാണ്. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് അതിജീവിത SP-ക്ക് കത്തയക്കുകയും ചെയ്തത്. പല വിധങ്ങളിൽ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്, തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി FIR രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യമാണ് ഇന്നലെ തന്നെ അതിജീവിത ഉന്നയിച്ചത്. പക്ഷേ അതിലും നടപടിയായില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ഇത്തരം കേസുകളിൽ ഇത്തരം ഹർജികൾ കയ്യിൽ കിട്ടിയാൽ ഉടൻ തന്നെ അത് പരിശോധിച്ചപ്പോൾ തന്നെ FIR ഇടാനുള്ള നിർദ്ദേശം പോലീസിന് കൊടുക്കാറാണ് പതിവുള്ള ഒരു രീതി. സ്വാഭാവികമായി ഇന്നുള്ള ഹർജിയിലെ നടപടി എന്തെന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ പറ്റും. അതിജീവിതയുടെ അഭിഭാഷകർ ഇവിടെ പൊന്നാനിയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ നീക്കങ്ങൾ നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. പൊന്നാനി സ്വദേശിനി അല്പസമയത്തിനുള്ളിൽ കോടതിയിലേക്കെത്തും. കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്യും. ഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് ബോധ്യപ്പെട്ടാൽ, പ്രത്യേകിച്ച് ബലാത്സംഗം പോലെ, ലൈംഗികാതിക്രമം പോലെ, സെക്ഷൽ ഹരാസ്മെൻറ്റ് പോലെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം രജിസ്റ്റർ, പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് എന്നതാണ് ചട്ടം. അതാണ് സുപ്രീം കോടതി 2013 ലളിത് കുമാരി കേസിൽ പറയുന്നത്. പക്ഷേ അത് പൊന്നാനി പോലീസിന് മാത്രം അത് ബാധകമല്ല. എന്തായാലും കോടതിയിൽ സ്വകാര്യ ന്യായം ഫയൽ ചെയ്യുകയാണ് യുവതി. എന്താണ് കോടതി പറയുന്നത് എന്ന് നമുക്ക് കേൾക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഈ കള്ളക്കളിക്ക് ആരെങ്കിലും കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഒരാളെയും റിപ്പോർട്ടർ TV വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവർക്കൊപ്പം